മലയാള സിനിമയെ ദേശീയ അന്തർദേശീയ തലങ്ങളിൽ അടയാളപ്പെടുത്തിയ പ്രശസ്ത സിനിമാ സംവിധായകനും ഛായാഗ്രാഹകനുമായ ഷാജി എൻ കരുൺ അന്തരിച്ചു. ഏറെ നാളായി അർബുദരോഗവുമായി ചികിത്സയിൽ ആയിരുന്നു. ഛായാഗ്രാഹകനായി മലയാള സിനിമയിൽ അരങ്ങേറിയ അദ്ദേഹം 40ഓളം ചിത്രങ്ങൾക്ക് ക്യാമറ ചലിപ്പിച്ചു. 2011 പത്മശ്രീ അവാർഡിന് അർഹനായി. 1988 പുറത്തിറങ്ങിയ പിറവിയാണ് ആദ്യ ചിത്രം. 1989 ഖാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഗോൾഡൻ ക്യാമറ പ്രത്യേക പരാമർശം ഈ സിനിമയിലൂടെ അദ്ദേഹത്തിന് ലഭിച്ചു. തുടർന്ന് സോപാനം, സോം, വാനപ്രസ്ഥം, നിഷാദ്, കുട്ടിസ്രാങ്ക്, AKG എന്നിങ്ങനെ ചിത്രങ്ങൾക്ക് സംവിധാനം നിർവഹിച്ചു. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ അധ്യക്ഷ സ്ഥാനവും ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ അധ്യക്ഷ സ്ഥാനവും വഹിച്ചിട്ടുണ്ട്. മലയാള ചലച്ചിത്ര രംഗത്തെ ആയുഷ്കാല സംഭാവനയ്ക്കുള്ള 2023 JC ഡാനിയൽ പുരസ്കാരം ഷാജി എൻ കരുണിനെ തേടിയെത്തി. 1952 കൊല്ലം ജില്ലയിൽ കണ്ടഞ്ചിറയിൽ N കരുണാകരൻ്റെയും ചന്ദ്രമതിയുടെയും മൂത്ത പുത്രനായിട്ടാണ് ഷാജി ജനിച്ചത്. 1963 അവരുടെ കുടുംബം തിരുവനന്തപുരത്തേക്ക് മാറി. പള്ളിക്കര സ്കൂൾ, തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് എന്നിവിടങ്ങളിൽ വിദ്യാഭ്യാസം. ശേഷം പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന അദ്ദേഹം 1975 ഛായാഗ്രഹണത്തിൽ ഡിപ്ലോമ നേടി. പിന്നീട് കുറച്ചുകാലം മദ്രാസിൽ ചെലവഴിച്ച അദ്ദേഹം സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷനിൽ ഫിലിം ഓഫീസറായി ജോലിയിൽ പ്രവേശിച്ചു. ഈ വേളയിലായിരുന്നു പ്രശസ്ത സംവിധായകനായ G. അരവിന്ദനോടൊപ്പം ഷാജി എൻ കരുൺ ചേരുന്നത്. തുടർന്ന് KG ജോർജ്, MT വാസുദേവൻ നായർ തുടങ്ങിയ പ്രമുഖരുടെ സിനിമകൾക്കായി ക്യാമറ ചലിപ്പിച്ചു.